ഇവിടെ ഒരു പെൺകുട്ടി കടലിന് നടുവിലുള്ള പാറയിൽ കഴിഞ്ഞ ഒരു ദിവസമായി അകപ്പെട്ട് കിടക്കുകയാണ്. ഇവളെ കാണുന്ന രണ്ട് ഡൈവേഴ്സ് ഇവൾ രക്ഷിക്കാനായി നീന്തി വരുന്നു. ഇത് കാണുന്ന അവൾ അവരുടെ വരലേ എന്ന് വിളിച്ച് പറയുകയാണ്. എന്തോ പന്തികേട് തോന്നിയ ഒരു ഡൈവർ തിരിച്ചു നീന്തുന്നു. ഉടൻ തന്നെ ഒരു കൂട്ട സ്രാവ് പൊങ്ങി വന്ന് അവൻ അകത്താക്കുകയാണ്. ഇത് കണ്ട് പേടിച്ച രണ്ടാമൻ കൂടുതൽ സ്പീഡിൽ ഈ പെൺകുട്ടി അകപ്പെട്ട പാറയിൽ ലക്ഷ്യമാക്കി നീന്തുന്നു. അവൻ എത്ര നീന്തിയാലും ആ സ്രാവ് അവനേക്കാൾ സ്പീഡുള്ളതായിരുന്നു. പെട്ടെന്നൊരു കൂട്ടൻ തിരമാല വന്ന് അവനെ കാണാതാവുകയാണ്. അവൻ്റെ സർഫ് ബോർഡ് രണ്ടായി പൊട്ടി വെള്ളത്തിലേക്ക് തെറിച്ചു വീഴുന്നു. പെൺകുട്ടിയാവട്ടെ തനിക്ക് മുമ്പിൽ ഈ കാഴ്ചകൾ കണ്ട് മരവിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് മുങ്ങിപ്പോയ രണ്ടാമൻ ഇവളുടെ പാറയുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നു. അവൻ്റെ സ്വിമ്മിംഗ് സ്വില്ല് ഉപയോഗിച്ച് എങ്ങനെയോ നീന്തി കയറി വന്നതാണ്. ആ പെൺകുട്ടി വേഗം അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനു മുമ്പേ തന്നെ അവനെ സ്രാവ് കടിച്ച് താഴേക്ക് കൊണ്ടുപോകുന്നു. വെള്ളമെല്ലാം ചോരയിൽ കുളിക്കുന്നു. സമയം ഒരുപാട് കടന്നുപോയി. പിന്നെയും അവൾ ഇരുന്നിരുന്ന പാറ സമുദ്രത്തിനൊപ്പം ഉയർന്ന് മുങ്ങാൻ തുടങ്ങി. ഷാർക്ക് കുറച്ച് അകലെയാണെന്ന് കണ്ട പെൺകുട്ടി വേഗം വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. അവിടെ കുറച്ച് ദൂരെയുള്ള ഒരു സീ ബോയായിരുന്നു അവളുടെ ലക്ഷ്യം. വെള്ളത്തിൽ ഊളിയിട്ട് നീന്തുന്നതിനിടെ അവളെ ജെല്ലി ഫിഷ് വളയുന്നു. ജെല്ലി ഫിഷിൻ്റെ വിഷം തട്ടി അവളുടെ കൈയെല്ലാം പൊള്ളാൻ തുടങ്ങി. എന്നിരുന്നാലും അവൾ അവളുടെ സകല ശക്തിയും എടുത്ത് നീന്തി. ഇതിനോടങ്ങ് ഷാർക്ക് അവളുടെ അടുത്തെത്തിയിരുന്നു. എങ്ങനെയൊക്കെയോ ധൃതിയിൽ അവൾ ആ ബോയിലേക്ക് വലിഞ്ഞു കയറുന്നു. എന്നാൽ അതിലെ അവൾ പിടിച്ച കമ്പി പൊട്ടി അവൾ വീണ്ടും വെള്ളത്തിൽ ഷാർക്കിന് മുകളിലേക്ക് വീഴുകയാണ്. കയ്യിലുണ്ടായിരുന്ന കമ്പി വെച്ച് അവൾ ആ ഷാർക്കിനെ ആഞ്ഞു കൊത്താൻ തുടങ്ങി.